നിങ്ങൾ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ, അതായത് NPS-ൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം കേരളത്തിലെ നമ്മളെപ്പോലുള്ള യങ് പ്രൊഫഷണൽസിനിടയിൽ അധികം ആർക്കും അറിയാത്ത ഒരു വലിയ സാമ്പത്തിക രഹസ്യം പുറത്തുവരാൻ പോവുകയാണ്. 2025-ൽ നിങ്ങളുടെ സമ്പാദ്യത്തിന് മുകളിലുള്ള നിങ്ങളുടെ കൺട്രോൾ അത് മൊത്തത്തിൽ മാറ്റാൻ പോകുന്ന ഒരു നിയമത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം, നിങ്ങളുടെ NPS അക്കൗണ്ടിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ആ വലിയ തുക, അത് ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമോ? അതോ ആ പണം നിയമത്തിന്റെ ഓരോ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുകയാണോ? ഈ ഒരു സംശയം, ഈ ഒരു പേടി നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. നിങ്ങളുടെ ആ സംശയം അത് 100% ശരിയായിരുന്നു. കുറച്ചുകാലം മുൻപ് വരെ NPS എന്ന് പറയുന്നത് ശരിക്കും ഒരു പണത്തുറുങ്കുപോലെയായിരുന്നു. നിങ്ങളുടെ പണം അതിൽ സേഫാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വലിയ ആവശ്യം വരുമ്പോഴോ ആ പണം എടുക്കാൻ നോക്കിയാൽ ആ പൂട്ട് തുറക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് കൊച്ചി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന്റെ കാര്യമെടുക്കാം. റിട്ടയർമെന്റ് സമയത്ത് കയ്യിൽ കിട്ടുന്ന പണം കൊണ്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനാണ് പുള്ളിയുടെ പ്ലാൻ. പക്ഷേ പഴയ നിയമം വെച്ചിട്ട് ആകെ തുകയുടെ 40% നിർബന്ധമായും ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തിട്ട് മാസാമാസം ഒരു ചെറിയ പെൻഷൻ വാങ്ങണം. ഇതിനെയാണ് നമ്മൾ ആനുവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കയ്യിൽ കിട്ടുന്ന 60% വെച്ച് മാത്രം വലിയ സ്വപ്നങ്ങളൊന്നും കാണാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ പണം നിങ്ങളുടേതാണ്, പക്ഷേ കൺട്രോൾ മുഴുവനായിട്ടും നിങ്ങൾക്കായിരുന്നില്ല. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോളൂ, 2025 ഡിസംബറിൽ വന്ന ഒരൊറ്റ ഭേദഗതി ഈ കളിയുടെ നിയമങ്ങളെല്ലാം അങ്ങ് മാറ്റിമറിച്ചു. NPS-നെ ഒരു അടഞ്ഞ പെട്ടിയിൽ നിന്ന് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു മാസ്റ്റർ കീയാക്കി മാറ്റിയിരിക്കുകയാണ് സർക്കാർ. അതെ, ഇതൊരു വിപ്ലവം എന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങളുടെ പണത്തിനു മുകളിലുള്ള അധികാരം ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും തിരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ തരുന്ന ഒരു വിപ്ലവം. എങ്ങനെയാണ് ഈ പുതിയ മാറ്റങ്ങൾ നിങ്ങളെ സഹായിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതായിരുന്നു പഴയ നിയമത്തിലെ പ്രധാന വില്ലൻ. നിങ്ങളുടെ ആകെ സമ്പാദ്യത്തിന്റെ 40%. ഈ പണം നിങ്ങൾ നിർബന്ധമായും ഒരു ആന്യുവിറ്റി പ്ലാനിൽ നിക്ഷേപിക്കണമായിരുന്നു. അതായത് ഈ പണം നിങ്ങൾക്ക് ഒറ്റയടിക്ക് കയ്യിൽ കിട്ടില്ല. പകരം ചെറിയ തുകകളായിട്ട് മരണം വരെ മാസം തോറും പെൻഷൻ പോലെ കിട്ടും. ഇത് പലരുടെയും വലിയ വലിയ പ്ലാനുകൾക്ക് ഒരു തടസ്സമായിരുന്നു. ഇനി പുതിയ നിയമം നോക്കിക്കേ. 40-ൽ നിന്ന് നേരെ 80-ലേക്ക്. എന്തൊരു മാറ്റമാണല്ലേ? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പ്രൈവറ്റ് സെക്ടറിലുള്ള ജീവനക്കാർക്ക് ഇനി അവരുടെ NPS കോർപ്പസിന്റെ 80% വരെ ഒറ്റയടിക്ക് പിൻവലിക്കാം. ബാക്കി വെറും 20% മാത്രം ആൻവിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ മതി. ഇതൊരു ചെറിയ മാറ്റമല്ല, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ഒരു വലിയ ഗേറ്റ് തുറന്നു തരികയാണിതിലൂടെ. ഓക്കെ, അപ്പൊ ഈ 80% എന്ന മാന്ത്രിക സംഖ്യ എങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യത്തിനനുസരിച്ച് പണം പിൻവലിക്കുന്ന രീതിയിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പണത്തിന്മേൽ നിങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം നൽകുന്ന പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? പുതിയ നിയമപ്രകാരം നിങ്ങളുടെ ആകെ സമ്പാദ്യത്തെ, അതായത് കോർപ്പസിനെ 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ലെവലിലുള്ളവർക്കും പണം പിൻവലിക്കാനുള്ള രീതിയും വ്യത്യസ്തമാണ്. ഇത് നിങ്ങളുടെ കയ്യിലുള്ള പണമനുസരിച്ച് ഏറ്റവും നല്ല തീരുമാനമെടുക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതാണ് ആദ്യത്തെ ഒരു സന്തോഷവാർത്ത. നിങ്ങളുടെ NPS അക്കൗണ്ടിൽ റിട്ടയർമെന്റ് സമയത്ത് 8 ലക്ഷം രൂപയോ അതിൽ കുറവോ ആണുള്ളതെങ്കിൽ 1 രൂപ പോലും നിങ്ങൾ ആനുവിറ്റിക്കായി മാറ്റിവെക്കേണ്ട. മുഴുവൻ തുകയും, അതായത് 100% എമൗണ്ടും നിങ്ങൾക്ക് ഒറ്റയടിക്കങ്ങ് പിൻവലിക്കാം. പഴയ 5 ലക്ഷത്തിന്റെ ലിമിറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ റിലീഫാണിത്. ഇനി നിങ്ങളുടെ സമ്പാദ്യം 8 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയിലാണെങ്കിലോ? അവിടെയാണ് SUR എന്നൊരു പുതിയ ഓപ്ഷൻ വരുന്നത്, സിസ്റ്റമാറ്റിക് യൂണിറ്റ് റിഡംഷൻ. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് യൂണിറ്റുകൾ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ വിറ്റ് പണമാക്കാനുള്ളൊരു സൗകര്യം. നിങ്ങൾക്ക് 6 ലക്ഷം രൂപ വരെ ഒറ്റയടിക്ക് പിൻവലിക്കാം. ബാക്കിയുള്ള തുക മാസാമാസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലോ ഘട്ടം ഘട്ടമായി പിൻവലിക്കാൻ സാധിക്കും. ഇത് റിട്ടയർമെന്റിന് ശേഷം ഒരു സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ സഹായിക്കും. ഈ ടേബിളൊന്ന് നോക്കിക്കേ. മാറ്റങ്ങൾ എത്ര വലുതാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ഒറ്റയടിക്ക് പിൻവലിക്കാവുന്ന തുക 60-ൽ നിന്ന് 80%. 100% പിൻവലിക്കാനുള്ള ലിമിറ്റ് 5 ലക്ഷത്തിൽ നിന്ന് 8 ലക്ഷമായി. ഇടയ്ക്ക് പണം പിൻവലിക്കാനുള്ള അവസരം 3-ൽ നിന്ന് 4ആയി. ഏറ്റവും പ്രധാനമെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 85 വയസ്സ് വരെ NPS-ൽ ഇൻവെസ്റ്റ്മെന്റ് തുടരാം.
അതിലൂടെ നിങ്ങളുടെ പണം കോമ്പൗണ്ടിങ്ങിലൂടെ കൂടുതൽ കാലം വളർന്നുകൊണ്ടേയിരിക്കും. ഇതാ വരുന്നു അടുത്ത വെളിപ്പെടുത്തൽ. NPS ഇനിയൊരു പെൻഷൻ സ്കീം മാത്രമല്ല, നിങ്ങളുടെ ഒരു സീക്രട്ട് എമർജൻസി ഫണ്ട് കൂടിയാണ്. പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസിയോ മറ്റോ വന്നാൽ എന്ത് ചെയ്യുമെന്നോർത്ത് ഇനി ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതൊരു വിപ്ലവകരമായ മാറ്റം തന്നെയാണ്. നിങ്ങളുടെ NPS അക്കൗണ്ടിലുള്ള പണം, അതായത് നിങ്ങളുടെ സ്വന്തം കോൺട്രിബ്യൂഷൻ, ഒരു ബാങ്കിലോ മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലോ ഒരു ഈട് പോലെ വെച്ച് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പൊളിക്കാതെ തന്നെ പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് നിങ്ങളെ സഹായിക്കും. തിരുവനന്തപുരത്തുള്ള ഒരു IT പ്രൊഫഷണലിന് പെട്ടെന്നൊരു കുടുംബാവശ്യം വരുന്നു എന്ന് വെറുതെ സങ്കൽപ്പിക്കുക. കയ്യിൽ പണമില്ല, പക്ഷെ പുതിയ നിയമപ്രകാരം അവരുടെ NPS അക്കൗണ്ടിൽ സ്വന്തമായി നിക്ഷേപിച്ച തുക 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ അതിന്റെ 25%, അതായത് 2.5 ലക്ഷം രൂപ വരെ ലോണായിട്ട് എടുക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ സമ്പാദ്യത്തെ ഒട്ടും ബാധിക്കാതെ തന്നെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്നു. അപ്പോ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം കേട്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു നിമിഷം എല്ലാത്തിനും ഒരു മറുവശം ഉണ്ടാവുമല്ലോ. ഈ പുതിയ നിയമങ്ങളിലും അധികമാരും ശ്രദ്ധിക്കാത്തൊരു ചെറിയ കെണിയുണ്ട്. ഒരു ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അതെന്താണെന്ന് കൂടി നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കണം. ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ചെയ്യാം. ഈ 80% പിൻവലിക്കാനുള്ള ഓപ്ഷൻ പ്രധാനമായും നമ്മളെപ്പോലുള്ള പ്രൈവറ്റ് സെക്ടർ ജീവനക്കാർക്കും ഓൾ സിറ്റിസൺ മോഡലിലെ അംഗങ്ങൾക്കുമാണ്. സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോഴും പഴയ 60-40 നിയമം തന്നെയാണ് ബാധകം. അതുകൊണ്ട് നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനി ജീവനക്കാരനാണെങ്കിൽ ഈ മാറ്റം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതാണ് ഏറ്റവും ക്രിട്ടിക്കലായ ചോദ്യം. 80% പണം കയ്യിൽ കിട്ടുമെന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും. പക്ഷെ ആ മുഴുവൻ തുകയ്ക്കും ടാക്സ് ഇളവുണ്ടോ? അതോ സർക്കാരിന് അതിലൊരു പങ്കുണ്ടോ? ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് പിൻവലിക്കുന്ന തുകയുടെ 60% മാത്രമേ പൂർണ്ണമായും ടാക്സ് ഫ്രീ ആയിട്ടുള്ളൂ. അതായത് നിങ്ങൾ 80% പിൻവലിക്കുകയാണെങ്കിൽ ആ എക്സ്ട്രാ കിട്ടുന്ന 20% നിങ്ങളുടെ ആ വർഷത്തെ വരുമാനമായി കണക്കാക്കും. എന്നിട്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് അതിന് നികുതി കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ അടുത്ത ബഡ്ജറ്റിൽ ഇതിന് മാറ്റം വന്നേക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് കേരളത്തിലെ ഒരു യുവ പ്രൊഫഷണൽ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ റീപ്ലാൻ ചെയ്യേണ്ടത്? NPS ഇനി വെറുമൊരു ടാക്സ് സേവിംഗ് ഓപ്ഷൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു പവർഫുൾ ടൂളായി മാറിയിരിക്കുകയാണ്. ഈയൊരു വാചകം പുതിയ NPSന്റെ മാറ്റത്തെ വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പണം പൂട്ടിയിടുന്ന ഒരു പദ്ധതിയിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫ്ലെക്സിബിൾ വെൽത്ത് എഞ്ചിനായി NPS മാറിയിരിക്കുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം. റിട്ടയർമെന്റ് സമയത്ത് നിങ്ങൾക്ക് 80% വരെ പണം കയ്യിൽ കിട്ടും. നിങ്ങളുടെ സമ്പാദ്യം 8 ലക്ഷത്തിൽ കുറവാണെങ്കിൽ മുഴുവൻ തുകയും ടാക്സ് ഇല്ലാതെ പിൻവലിക്കാം. 85 വയസ്സുവരെ ഇൻവെസ്റ്റ്മെന്റ് തുടർന്ന് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് ഉപയോഗിക്കാം. പോരാത്തതിന് എമർജൻസി സിറ്റുവേഷനിൽ ലോൺ എടുക്കാനും സാധിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. പലരും അറിയാത്ത ഈ സാമ്പത്തിക രഹസ്യം എല്ലാവരിലേക്കും എത്തട്ടെ. കൂടുതൽ ഫിനാൻഷ്യൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വിവരങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. അവസാനമായി ഒരു ചോദ്യം. ഇത്രയും കാലം നിയമങ്ങളിൽ കുടുങ്ങിക്കിടന്ന നിങ്ങളുടെ പണത്തിന് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. ഈ പുതിയ അവസരം ഉപയോഗിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളുകളെ, നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ എങ്ങനെയാണ് ഇനി പുതുക്കിപ്പണിയാൻ പോകുന്നത്? ചിന്തിക്കുക, പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ പണത്തിന്റെ യഥാർത്ഥ അവകാശി നിങ്ങളാവുക.